എങ്ങനെയാണ് ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തോ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു ഓർഡർ ഇല്ലേ, പിന്നെ മറ്റേ കേസിനകത്ത് ആന്റിസിപ്പേറ്ററി ബെയിലില്ലേ, അപ്പം കണ്ടീഷൻസ് അല്ലേ ഉള്ളതല്ലേ. അപ്പൊ വൈഷുഡി പുതിയ കേസാണല്ലോ, പുതിയ പരാതി. കേസ് എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് അറസ്റ്റ്? ജയിലിലിടാനോ? ഇസ് ഇറ്റ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ? അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ എപ്പോഴാണ് പരിഗണിക്കുന്നത് പറഞ്ഞു? അത് ആഫ്റ്റർ 2 വീക്സ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 2 പെറ്റീഷൻസും പോസ്റ്റ് ചെയ്തിട്ടില്ലേ. പോലീസിന്റെ ഈ നീക്കത്തെ എങ്ങനെയാ കാണുന്നത്? എന്തോ പോലീസിന്റെ ഈ നീക്കത്തെ എങ്ങനെയാ കാണുന്നത്? ദേ ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ദർ ഡ്യൂട്ടി. അല്ലാതെ നമ്മളെന്താ പറയാ അതിനെ പറ്റി? വാട്ട് എവർ വി ഹാവ് ടു ആർഗ്യൂ വിൽ ആർഗ്യൂ ഇറ്റ് ഇൻ ദ കോർട്ട്. ഒരു അൺനെസസറി അറസ്റ്റ് അല്ലേ? രാത്രി 12 മണിക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ഇയാൾ സിറ്റിംഗ് MLA, 2 ഹൈക്കോടതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്, 3 വേറൊരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പോലീസിന്റെ അടുത്ത് ഹാജരാവാനായിട്ട് ഡയറക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനെ അറസ്റ്റ് ചെയ്യുന്നത്? ഈ നീഡ് ഓൺലി ബി ഡയറക്റ്റഡ് ടു അപ്പിയർ ബിഫോർ ദ പോലീസ്. പോരെ മൂന്നാമത്തെ കേസിന്? മൂന്നാമത്തെയോ നാലാമത്തെയോ ഇനി 10 കേസ് വന്നാലും ഈ ക്യാൻ ബി ഡയറക്റ്റഡ് ടു അപ്പിയർ. എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ അതർ ബെയിൽ ക്യാൻസൽ. 2 കേസിലും ബെയിൽ തെറിക്കത്തില്ലേ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ മീഡിയ അറ്റൻഷൻ ആയില്ലേ. ഇതിപ്പോ അഭിഭാഷകനെ പോലും കാണാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നുള്ള ഒരു ആരോപണമുണ്ടല്ലോ. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നാളെ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ദേ ആർ ആസ്കിംഗ് ഫോർ എ കസ്റ്റഡി. അതൊക്കെ കഴിയട്ടെ. ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. അതെല്ലാം കാര്യങ്ങളുണ്ട് ഒരു കേസിനകത്ത്. സോ മെനി തിങ്സ് ആർ ദേർ. ഈ റിമാൻഡ് നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല, ഓർഡിനറി റിമാൻഡ്. വാട്ട് ഈസ് ദേർ ഇൻ ദാറ്റ്? നോൺ വെയിലബിൾ കോഗ്നൈസബിൾ ഒഫൻസ്. മജിസ്ട്രേറ്റ് cannot grant bail in this case. Sessions of therefore she posted the bail application for hearing tomorrow. And our charge magistrate ആണ്. Tomorrow the jurisdictional magistrate will hear the bail application. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആന്റിസിപ്പേറ്ററി ബെയിൽ, regarding that Bangalore case. Okay. The other one അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്. അപ്പൊ മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത്? പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Pungadali, the DIG, that please specify the time and place. I will come and appear. And Pungadali has replied stating that we will inform you. I have the mobile shots with me. Let it be the 3rd case or the 4th case or the 100th case. He can be asked to appear. If he does not appear, get the other 2 bail cancel. അതുപോലെ അപ്പം പിന്നെ 3 കേസിന് അത് പോകത്തില്ലേ? അതല്ലേ സാധാരണ ചെയ്യാ. സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പരാതി കൂടി ഈ ഒരു കേസിലുണ്ട്. ഏത് കേസിനകത്ത്? ഈ 3ാമത്തെ കേസില് എന്നാര് പറയുന്നു? ഞാൻ ഐ ഹാവ് നോട്ട് സ്റ്റഡി ദ റെക്കോർഡ്സ്. ഐ ഗോട്ട് ദ കോപ്പി ഓഫ് ദ റിമാൻഡ് റിപ്പോർട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ലേ ശരിക്കും. ലെറ്റ് മീ റീഡ് ഇറ്റ്. 376.